Hi viewers, here I am again with a fresh episode of Metro Colors exclusively for you. ഏറ്റവും കൂടുതൽ അപ്ഡേഷൻസ് നടക്കുന്ന ഇൻഡസ്ട്രിയാണ് കോസ്മെറ്റിക് ഇൻഡസ്ട്രി. ഇന്നത്തെ ട്രെൻഡ് സെഗ്മെന്റിൽ യു ആർ ഗോണ എക്സ്പീരിയൻസ് എ മേക്ക് ഓവർ. ഐ ഫെൽ ദ ഡിഫറൻസ്. യു ജസ്റ്റ് സീ ഇറ്റ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡേ മേക്കപ്പാണ്. മോഡലിൽ ഇപ്പോൾ ഐബ്രോസും അപ്പർ ലിപ്പും എടുത്തിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം, ഐബ്രോസൊക്കെ. അപ്പോൾ അത് രണ്ടും എടുത്താലാണ് മോഡൽ ചെയ്ത് വരുമ്പോൾ നല്ല ക്ലാരിറ്റി കിട്ടുള്ളൂ ഫേസിൽ. ഐ മേക്കപ്പ് നല്ല ആകണമെന്നുണ്ടെങ്കിൽ ഐബ്രോസ് ഷേപ്പ് ചെയ്യണം. ലിപ്പൊക്കെ നല്ല ഷാർപ്പായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ലിപ്പ് ഒക്കെ അപ്പർ ലിപ്പ് ശരിക്കും എടുക്കണം. ക്ലെൻസ് ചെയ്തു നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നു. ലോറിയലിൻ്റെ ഫൗണ്ടേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡെർമയും കൂടി മിക്സ് ചെയ്താണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഡേ മേക്കപ്പിന് എല്ലാവരും ഒന്നും നോസ് കട്ടൊന്നും ചെയ്യാറില്ല. എങ്കിൽ പോലും നമ്മൾ നോസ് കട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് ചെയ്യുന്നുണ്ട്. നോസ് കട്ട് ചെയ്ത് പിന്നെ ഐ മേക്കപ്പ് വരുമ്പോഴത്തേക്ക് ഐ ഷാഡോസ്, അത് മെബ്ലൈൻ്റെയാണ് നമ്മൾ ഐ ഷാഡോസിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ വന്നിട്ട് കോമ്പാക്ട് പൗഡർ, അത് ക്രയോണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ലിപ്പ് ലൈൻ ചെയ്യും. ലിപ്റ്റിക് യൂസ് ചെയ്യുന്നത് നമ്മൾ ലോറിയലിൻ്റെ ലിപ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ലോറിയലിൻ്റെ ലിപ്റ്റിക് യൂസ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ എന്നിട്ട് ബ്രഷർ യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ലാക്മിയുടെ ബ്രഷറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഫൈനൽ കഴിഞ്ഞ് നമ്മൾ ഹെയറിലേക്കാണ് പോകുന്നത്. മേക്കപ്പ് കഴിഞ്ഞു. ഇപ്പോൾ ഹെയർ ഡ്രസ്സിങ്ങിലോട്ട് പോകാൻ പോകുന്നു. ഫോർ ദിസ് മേക്ക് ഓവർ ഹെയർ സ്റ്റൈലിങ്ങിന് വേണ്ടി ഇപ്പം ഞാൻ ഈ ഹെയറിൽ വന്നിട്ട് കേളി ചെയ്യാൻ പോകുന്നു. കേളി ഹെയർ എന്ന് വെച്ചാൽ ആൾറെഡി ഈ നമ്മുടെ മോഡലുടെ മുടി വന്നിട്ട് സ്ട്രെയിറ്റൻ ചെയ്ത ഒരു ഹെയർ ആണ്. ഈ സ്ട്രെയിറ്റൻ ചെയ്ത ഹെയറിൽ ഇങ്ങനെ ഒരു കേളി ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് ഇപ്പോൾ എപ്പോഴും ആൾക്കാരുടെ അടുത്ത് കാണുന്നുണ്ട്. സോ ഫോർ ദാറ്റ് I can say yes. So because whatever the techniques we are doing, there are so many techniques to be done, all the curls and straighten and all the type of hair textures.
ആൻഡ് ഈ ഹെയർ ടെക്സ്ചർ എന്ന് പറയുമ്പോൾ ഇതിൽ വന്നിട്ട് കൂടുതൽ ഹെയർ സ്ട്രൈറ്റൻ ചെയ്ത ഒരു മുടിയാണ്. ഹെയർ ടെക്സ്ചേഴ്സ് വന്നിട്ട് കുറച്ചുകൂടി ഒരു എന്താ പറയുക ചെറുതായിട്ടൊരു സെൻസിറ്റീവ് ഉള്ള ഒരു ഹെയർ ടെക്സ്ചറാണ്. ഇതിനു വേണ്ടി നമ്മൾ കേൾ ചെയ്യാൻ പോകുമ്പോൾ കൂടുതൽ ഹീറ്റ് ആവശ്യപ്പെടുന്ന ഒരു സംഭവത്തിലോട്ടാണ് നമ്മൾ ഈ സ്റ്റൈലിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ ദാറ്റ് വി ആർ യൂസിംഗ് ദ ഇൻ ഹെയർ ഇൻഡസ്ട്രീസ് വി ആർ യൂസിംഗ് ദ മെഷീൻസ് കോൾഡ് ടോങ്സ്. ഈ ടോങ്സ് വന്നിട്ട് ഇറ്റ് ഹാസ് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ടെമ്പറേച്ചേഴ്സ്. അപ്പോൾ ഈ സ്ട്രൈറ്റൻ ചെയ്ത ഒരു ഹെയർ ടെക്സ്ചറിലോട്ട് നമുക്ക് വന്നിട്ട് ഏതാണ് ടെമ്പറേച്ചർ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നമ്മൾ ദ ഹെയർ സ്റ്റൈലിസ്റ്റ് ഹാസ് ടു അനലൈസ് അബൌട്ട് ദ ഹെയർ ടെക്സ്ചേഴ്സ് ഫസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഈ ഹെയർ ടെക്സ്ചർ ഈ മോഡലിന്റെ ഹെയർ ടെക്സ്ചർ വെച്ചിട്ട് ഞാൻ ചെയ്തത് വന്നിട്ട് ഒരു 60 ഡിഗ്രി സെൽഷ്യസിലാണ് ഞാൻ ഹീറ്റ് ഉപയോഗിച്ചിട്ട് അത് ജസ്റ്റ് ഒരു ഈച്ച് സെക്ഷൻ ബൈ സെക്ഷൻ വെരി തിൻ സെക്ഷനിൽ നമ്മൾ കുറച്ചുകൂടി എടുത്തിട്ട് നല്ല അതിൽ റോൾ ചെയ്ത് ഒരു ഫ്യൂ സെക്കൻഡ്സ് 10 to 15 സെക്കൻഡ്സ് നമ്മൾ ഹോൾഡ് ചെയ്യുക. പിന്നെ നമ്മൾ പെട്ടെന്ന് അത് ആ ഷേപ്പിൽ തന്നെ നമ്മൾ റിമൂവ് ചെയ്യുക. അത് റിമൂവ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ യു വിൽ ഗെറ്റ് എ എക്സാക്ട് കേൾസ്. Before doing the curls, this kind of styling, we have to use the the carrying product. That means the heat should not be affect the hair textures. If you use the too much of heat on this kind of hair textures, hair can get damaged. To protect the damages, to protect the hair textures from the damages, we have to do the styling product. It's called some curl memory. എന്തെങ്കിലും ഒരു ഹീറ്റ് പ്രൊട്ടക്ഷൻ ക്രീം ഉപയോഗിച്ച് നമ്മൾ അത് ചെയ്യുമ്പോൾ ഹെയർ ടെക്സ്ചർ ഒരിക്കലും ഡാമേജ് ആകത്തില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ സ്റ്റൈൽ നമുക്ക് കിട്ടും. We are going to explore the dreamy world of Kerala's largest automotive showroom and service center, Cochin's own Nippon Toyota. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ടൊയോട്ടയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ലോഞ്ചസ് ആയ എത്തിയോസ് ആൻഡ് എത്തിയോസ് ലീവയാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി നിപ്പോൺ ടൊയോട്ട ഗ്രൂപ്പിന്റെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് വൈസ് പ്രസിഡന്റ് എൽദോ ബെഞ്ചമിൻ സാർ നമ്മളോടൊപ്പം ഉണ്ട്. ഹായ് സർ, വെൽക്കം ടു ദ ഷോ. ഇറ്റിയോസ് ആൻഡ് ലിവ എന്ന രണ്ട് പ്രോഡക്റ്റ് ലൈൻസ് നമുക്ക് 2010 ഡിസംബർ മുതൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് അബൌട്ട് 1.5 to 2 years ആയിട്ട് ഇപ്പോൾ റൂട്ടിലുണ്ട്. അപ്പോൾ ഈ ന്യൂ ഇൻട്രൊഡക്ഷന്റെ ബേസിക് റീസൺ 2-3 കാര്യങ്ങളുണ്ട് ഇതിന്. ഫസ്റ്റ് റീസൺ എന്താ വെച്ചാൽ നമുക്ക് ഈ പ്രോഡക്റ്റിന് ഒരു ന്യൂനെസ് എപ്പോഴും കൊണ്ടുവരണം. പിന്നെ പ്രോഡക്റ്റ് ലൈനപ്പ് ഉണ്ടാവും. അപ്പൊ അതിൽ കുറെ വേരിയേഷൻസ്, എസ്പെഷ്യലി ജനറലി ഇതിന്റെ ഫീച്ചേഴ്സ് ഇങ്ങനെ കുറെ കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ പ്രോഡക്റ്റിന് ന്യൂ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ന്യൂനെസ് ആണ് ഈ രണ്ട് പ്രോഡക്റ്റിലും അട്രാക്ട് ചെയ്തേക്കണേ. അപ്പൊ ഓരോ ഗ്രേഡ് അനുസരിച്ചുള്ള ഒരു രീതിയിലുള്ള ഗ്രേഡിംഗ് ആണ് ഈ ഫീച്ചർ വെച്ചിട്ട് അപ്ഗ്രേഡ് ചെയ്തേക്കണേ. ഇറ്റിയോസ് ലിവയുടെ വേറൊരു വലിയൊരു കാര്യം കൂടെ എന്താ വെച്ചാൽ എൻറ്റയർ കൺട്രിയിൽ എടുക്കുകയാണെങ്കിൽ വി ഹാവ് ഓൾമോസ്റ്റ് ക്രോസ്ഡ് 1,50,000 കാർസ്. അപ്പൊ അതിൽ ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ചാൽ 10 to 12% നാഷണലിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കേരള മാർക്കറ്റിൽ നിന്നാണ്. ആൻഡ് ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടന്റ് മാർക്കറ്റ് കേരള. ആൻഡ് ഈ രണ്ട് വണ്ടികളും എസ്പെഷ്യലി ഇറ്റിയോസ് ആൻഡ് ഇറ്റിയോസ് ലിവ രണ്ടും വരുന്ന ബി സെഗ്മെന്റ് ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ കമ്പീറ്റ് ചെയ്യുന്നത് കോമ്പറ്റീഷൻ ഉള്ള രണ്ട് പ്രോഡക്റ്റ് ലൈൻസും ഇതേ കമ്പീറ്റിംഗ് സെഗ്മെന്റിൽ തന്നെയാണ് ഞങ്ങൾ ലോഞ്ച് ചെയ്തേക്കുന്നത്. ലോഞ്ചോട് ഞങ്ങൾക്ക് കിട്ടിയേക്കുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് വെച്ചെങ്കിൽ കസ്റ്റമേഴ്സ് ഹു ഡ്രിവൺ ദീസ് കാർസ് has given an excellent opinion about the test drive. Secondly, the spacing of this car and the boot space, the engine power and overall ergonomics of the car. Adana ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്നത്. And Toyota has spent their maximum homework to fix a car. Basically നല്ലൊരു comfort ഉണ്ടാവണം, safety, performance and analyzing about this, they given a more Indian ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു sedan and a hatchback എന്നുള്ള കോൺസെപ്റ്റിലാണ് ഇറ്റിയോസ് ആൻഡ് ലിവ ലോഞ്ച് ചെയ്തേക്കുന്നത്. And Kerala is contributing
ലിവയിൽ സംബന്ധിച്ച് ഓൾമോസ്റ്റ് 8 to 9% മാർക്കറ്റ് ഷെയർ ഉണ്ട് കേരളത്തിന്. ആൻഡ് ഇറ്റിയോസ് ബീങ് എ സെഡാൻ സെഗ്മെന്റ്, we actually have between 18 to 20% മാർക്കറ്റ് ഷെയർ. അത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 10 to 12% നാഷണൽ ലെവലിൽ നമ്മൾ ഈ ഒരു മാർക്കറ്റ് ഷെയർ കൊടുക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ദ കസ്റ്റമേഴ്സ് ഹു സ്റ്റാർട്ടഡ് അക്സെപ്റ്റിംഗ് ദീസ് പ്രോഡക്റ്റ് ലൈൻസ്. സർ, എന്തൊക്കെയാണ് ഈ എത്തിയോസ് ലിവന്റെ ഫീച്ചേഴ്സ് എന്ന് പറയാൻ പറ്റുക? ന്യൂ എറ്റിയോസ് ആൻഡ് ലിവ രണ്ടും കൂടെ ഞാൻ കമ്പൈൻ ചെയ്ത് തന്നെ പറയാം. ബിക്കോസ് രണ്ടിലും ഇതേ ചേഞ്ചസ് തന്നെ വന്നേക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഒരുമിച്ച് ലോഞ്ച് ചെയ്യാനുള്ള കാരണം. പക്ഷേ ഇനീഷ്യൽ ലോഞ്ച് രണ്ട് സെപ്പറേറ്റ്. ഇനീഷ്യലി വി ലോഞ്ച് എറ്റിയോസ് ആൻഡ് ആഫ്റ്റർ 6 months വി ലോഞ്ച് ലിവ. പക്ഷേ ന്യൂ വന്ന സമയത്ത് ബോത്ത് ദിസ് വെഹിക്കിൾ വി ലോഞ്ച് അറ്റ് സെയിം ടൈം. എക്സ്റ്റീരിയർ തന്നെ ഒരു ചേഞ്ച് ആണ്. ദാറ്റ് ഇസ് ഫ്രണ്ട് ഗ്രിൽ തന്നെ കുറച്ചും കൂടെ ക്രോം, പിന്നെ എയർ ഫെൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് ഇംപ്രൂവ് ദ എയറോഡൈനാമിക്സ് ഓഫ് ദ കാർ. ആൻഡ് നമ്മുടെ റിയർ വ്യൂ മിറർ എടുക്കുകയാണെങ്കിൽ, ഔട്ടർ റിയർ മിറർ ഓഫ് ദ ഡോർ എടുക്കുകയാണെങ്കിൽ വി ഇൻകോർപ്പറേറ്റ് ദ ടേൺ സിഗ്നൽസ്. ആൻഡ് ഓവറോൾ റിയർ നമ്മൾ വണ്ടിയുടെ റിയറിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ യു ഗെറ്റ് ദി റിയർ കോമ്പിനേഷൻ. ഇറ്റ്സ് ബീൻ റീഡിസൈൻ ഇൻ സച്ച് എ വേ that it takes the aerodynamic effect. ഇത് നേരത്തെ ഉണ്ടായിരുന്നില്ല. ഇതായിരുന്നു വന്ന ഒരു ചേഞ്ച് പോയിന്റ്. പിന്നെ നമ്മൾ ഇന്റീരിയറിലേക്ക് പോവുകയാണെങ്കിൽ ദാറ്റ് വാസ് എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ്. ഇന്റീരിയറിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ വി ഹാവ് ദ ഫസ്റ്റ് ചേഞ്ച് ഇൻ ദ ഡാഷ്ബോർഡ്. ഇപ്പൊ ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് വരുന്നത്. ഇറ്റ്സ് ബേജ് അപ്പ്. അപ്പൊ ഇറ്റ്സ് മോർ അപ്പീലിംഗ്. ഡ്യുവൽ ടോൺ വരുമ്പോൾ മോർ അട്രാക്റ്റീവ്, മോർ സ്റ്റൈലിഷ് ആൻഡ് മോർ ഡൈനാമിക് ലുക്ക് ഉണ്ട്. എസ്പെഷ്യലി നമ്മളുടെ സ്പീഡോ മീറ്റർ എടുക്കുകയാണ്, ഓഡോമീറ്ററിന്റെ ഇത് എടുക്കുകയാണെങ്കിൽ ഇറ്റ് കംസ് വിത്ത് ഒരു ബ്ലൂ ഇല്യൂമിനേഷനോടെ വരുന്നത് വിച്ച് സ്റ്റാൻഡ്സ് ഔട്ട്. ആൻഡ് 2DIN വന്നിട്ട് നമ്മുടെ ഓഡിയോ സിസ്റ്റം വരുന്നുണ്ട്. ഇറ്റ് കംസ് വിത്ത് ബ്ലൂടൂത്ത് ഓക്സിലറി ഇൻപുട്ട് ആൻഡ് മേ ബി ഓൾ വിച്ച് ഇസ് റിക്വയർഡ് ഇൻ ദ കറന്റ് സിറ്റുവേഷൻ. അപ്പൊ എന്നുവെച്ചാൽ യൂത്ത് ആയിട്ട് ഒരു കസ്റ്റമർ കൺസ്യൂമർ വാങ്ങിക്കുകയാണെങ്കിൽ ഹി ഹാസ് എവറിത്തിങ് ഇൻ ടു ദ കാർ ഇൻബിൽറ്റഡ്. മോസ്റ്റ് അട്രാക്റ്റീവ് ഇസ് ദ സീറ്റ്സ്. സീറ്റ്സ് കുറച്ചും നേരത്തെ ഹെഡ് റെസ്റ്റ് ഉണ്ടായിരുന്നില്ലായിരുന്നു. ഇപ്പൊ നൗ വി കണക്ട് ഹെഡ് റെസ്റ്റ് ടു ദി സീറ്റ്സ് ആൻഡ് ഇറ്റ് ഇസ് ഗിവിംഗ് മാക്സിമം ഹൈറ്റ് വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഈ സീറ്റ്സിൽ, വിച്ച് ക്യാൻ ഗോ അപ് ടു 60 millimeter, വിച്ച് ഇസ് ദ ബെസ്റ്റ് ഇൻ ദ ക്ലാസ്. ഈ രണ്ട് പ്രോഡക്റ്റിലും ഐ നീഡ് ടു സേ സം ഫ്യൂ തിങ്സ്. ബെസ്റ്റ് ഇൻ ദ ക്ലാസ് ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഞങ്ങളുടെ വണ്ടിക്ക്. വി ഗെറ്റ് an optimum mileage of 23.59 kilometer per liter as per the Automotive Research Association of India. Second, ഇതിന്റെ ബൂട്ട് സ്പേസ്. ഇറ്റിയോസിന്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുകയാണെങ്കിൽ 545 liters, ലിവയുടെ 251 liters. ഈ സെഗ്മെന്റിൽ ഒരു ഈ ക്ലാസ്സിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് വൺ ഓഫ് ദ ഹയസ്റ്റ്. തേർഡ് വെരി ഇമ്പോർട്ടന്റ് തിങ് വിച്ച് ഇസ് ദ സ്പേസ്. ഇപ്പൊ എറ്റിയോസ് ലിവയെ നമ്മൾ രണ്ട് വണ്ടി കമ്പയർ ചെയ്യണമെങ്കിൽ ഉള്ളിലത്തെ സ്പേസിൽ ഒരു കോംപ്രമൈസും ഇല്ല. ബിക്കോസ് ഹാച്ച് ഇസ് ഹാച്ച്, സെഡാൻ ഇസ് സെഡാൻ. അപ്പൊ ഈ രണ്ട് രീതിയിൽ കൺസിഡർ ചെയ്തുകൊണ്ട് യു ഗെറ്റ് ദ ഒപ്റ്റിമം വാല്യൂ ഇൻ ടു ദാറ്റ്. ആൻഡ് സ്റ്റോറേജ് സ്പേസ് ഇൻസൈഡ് ദ കാർ ഇസ് മച്ച് ഓൾമോസ്റ്റ് എനിക്ക് 13 liters ഓഫ് സാധാരണ വി കൻ ജസ്റ്റ് കീപ് ദ വാട്ടർ ഇൻസൈഡ് ദ ഹോൾ ജസ്റ്റ് കൺസ്യൂം. എവിടെയൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന ഇറ്റ്സ് ഓൾ ദ പോക്കറ്റ്സ് ആർ അവൈലബിൾ. ആൻഡ് സീറ്റ്സിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. റിയർ സീറ്റ്സ് ബിക്കോസ് വി ഹാവ് വെരി ഫ്ലാറ്റ് ഫ്ലോർ ഉണ്ട് റിയർ സീറ്റ്സിൽ 3 പേർക്ക് വിത്തൌട്ട് ഹാവിംഗ് മച്ച് പ്രോബ്ലം ഓൺ ദ rather the shoulder area, they can sit very comfortably. And ഇതിൽ പറയുന്ന 3 മേജർ കാര്യങ്ങളാണ്. ഒന്ന് ലെഗ് റൂം, ഹെഡ് റൂം, നീ. ഇതിനെല്ലാത്തിനും യു ഗെറ്റ് ദ ബെസ്റ്റ് ഇൻ ദ ക്ലാസ്. ബെസ്റ്റ് ഇൻ ദ ക്ലാസ് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഉണ്ട്, which is what the consumer actually expects it. ടൊയോട്ടയ്ക്ക് ഒരു DNA ഉണ്ട്, which is called as we follow in every car, that is a QDR, quality, durability, reliability. ഈ രണ്ട് പ്രോഡക്ട്സിലും അതാണ് ഏറ്റവും വലിയൊരു DNA ഈ പ്രോഡക്റ്റിൽ. അപ്പൊ QDR ഉള്ളതുകൊണ്ട് തന്നെ when the customer try to sell the car later after a few years of usage, he gets the best resale value. Secondly, ഞങ്ങളുടെ cost of ownership of this car, ഈ രണ്ട് കാരണം ഏറ്റവും കുറവ്. ദാറ്റ് ഇസ് 28 പൈസയുള്ളൂ. 28 പൈസ പെർ കിലോമീറ്റർ ഇസ് എ കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ് ഫോർ ദീസ് കാർസ്. ആൻഡ് തേർഡ്, വിച്ച് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്, ഈ ക്വാളിറ്റി എന്ന് ഞാൻ പറഞ്ഞു, ഡ്യൂറബിലിറ്റി, റിലയബിലിറ്റിയും പറഞ്ഞുകൊണ്ടൊരു കാര്യം കൂടെ പറയാണ്. എന്തൊക്കെയാണ് ഗ്ലോബലി ടൊയോട്ട ഫോളോ ചെയ്യണം, എൻറ്റയർ തിങ് ഇസ് ബീൻ ഇൻകോർപ്പറേറ്റഡ് ഇൻ ബോത്ത് ദീസ് കാർസ് വേൾഡ് വൈഡ്. അത് തന്നെ നമ്മളിവിടെ ഇന്ത്യ ചെയ്തിരിക്കണം. ആൻഡ് ദാറ്റ്സ് വൈ ഈ ഒരു കാർ ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ വി ഹാഡ് എ ക്യാമ്പയിൻ കോൾഡ് ആസ് വേൾഡ് ഫസ്റ്റ്, ഇന്ത്യ ഫസ്റ്റ്. എനിക്കൊണ്ട് കൺസ്യൂമേഴ്സിനും നമ്മുടെ കസ്റ്റമേഴ്സിനും അറിയാനായിട്ട് ഞാൻ വലിയൊരു കാര്യം കൂടെ പറയാം. ഈ എറ്റിയോസ് ആൻഡ് ലിവ ഇന്ത്യൻ റൂട്ട്സിൽ മാത്രമല്ല, ദിസ് അവൈലബിൾ ഇൻ സൗത്ത് ആഫ്രിക്ക ആൻഡ് ബ്രസീൽ. ദ സെയിം മോഡൽ ഇസ് അവൈലബിൾ ദർ. അപ്പൊ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ആൻ എക്സ്പോർട്ട് ഓൾസോ. ഇൻ ഫ്യൂച്ചർ ഇന്ത്യ വിൽ ബിക്കം എ ഹബ് ഫോർ സ്മോൾ കാർ. അപ്പൊ അതിന്റെ ഒരു സ്റ്റാർട്ടാണ് ടൊയോട്ട ഹാസ് മെയ്ഡ് ആൻ എൻട്രി ഇൻ ടു ദിസ് മാർക്കറ്റ്. ഇത് വേൾഡിൽ നോക്കുകയാണെങ്കിൽ ദിസ് മേ നോട്ട് ബി ദർ, ബട്ട് ദെൻ വി സ്റ്റാർട്ടഡ് എക്സ്പോർട്ടിംഗ് ടു ദീസ് കൺട്രീസ്. അപ്പൊ ഇതിനൊരു പ്രത്യേകത കൂടെയുണ്ട്. അപ്പൊ ദീസ് ആർ ഗോയിങ് ടു ബി ദ ഹൈലൈറ്റ്സ് അബൌട്ട് എറ്റിയോസ് ആൻഡ് ലിവ. ആൻഡ് കസ്റ്റമേഴ്സ്, ദ റെസ്പോൺസ് ഫ്രം ദ കസ്റ്റമേഴ്സ് ആർ ടു ഗുഡ്. ആൻഡ് ദോസ് ഫീഡ്ബാക്സ് വിച്ച് ഇസ് കമ്മിങ് ആസ് വെരി പോസിറ്റീവ്. നമ്മളെല്ലാം പ്രോഡക്റ്റിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ടൊയോട്ടയിൽ. സർ, ഇത്രയും കേട്ടപ്പോൾ തന്നെ നമ്മുടെ വ്യൂവേഴ്സ് എല്ലാം എക്സൈറ്റഡ് ആയിരിക്കും. അപ്പോ ഇവർക്ക് ഇനി അറിയേണ്ട കാര്യം അതിന്റെ പ്രൈസ് ഡീറ്റെയിൽസ് ആണ്. സർ, അതിന്റെ ഇറ്റിയോസിന്റെ പെട്രോൾ വേർഷൻ പ്രൈസ് തുടങ്ങുന്നത് 5,57,000. ഷോറൂം ഞാൻ പറയുന്നില്ല. ഡീസൽ ആണെങ്കിൽ 6,80,000. ലിവ ആണെങ്കിൽ സ്റ്റാർട്ട്സ് വിത്ത് എ വെരി അട്രാക്റ്റീവ് പ്രൈസ് ഓൺ പെട്രോൾ കാർ, ദാറ്റ് ഇസ് 4,70,000.
ആൻഡ് ഡീസൽ ആണെങ്കിൽ ഇറ്റ് ഇസ് 5,76,000 ആണ് ഡീസലിന്റെ. മീൻ ഓൾ ദിസ് ഇസ് വെൽ പ്രൈസ് ഇൻ സെൻസ് ഈ സെഗ്മെന്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കോമ്പറ്റീഷൻ വളരെ ഹൈ ആയതുകൊണ്ട് പ്രൈസിംഗ് ഇസ് ഡൺ ബേസ്ഡ് അപ്പോൺ ദ യൂസബിലിറ്റി ആൻഡ് ഫീച്ചേഴ്സ് ഇൻ ടു ദാറ്റ്. ഇതിന്റെ പുറമെ ഇൻഡസ്ട്രിയിലെ വൺ ഓഫ് ദ അൺമാച്ച്ഡ് ഒരു കാര്യം കൂടെ ഇറ്റിയോസിൻ ലിവയിൽ കൊടുക്കുന്നുണ്ട്. ദാറ്റ് ഇസ് 1 lakh kilometer or 3 years. Whichever comes earlier is the unmatched warranty which has been offered to our customers. നിപ്പോൺ ടൊയോട്ടയിൽ ഒരു സർവീസും കൂടെ കസ്റ്റമേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ദാറ്റ് ഇസ് കോൾഡ് ആസ് എക്സ്പ്രസ് മെയിൻ്റനൻസ്. എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമർ വണ്ടി കൊണ്ടുവരികയാണെങ്കിൽ 60 minutes he can take the service, വണ്ടി സർവീസ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യാം. In 60 minutes? In just 60 minutes. Okay. But that's why it's called as express maintenance, and we don't charge anything extra. Normal service charge ന്റെ പോലെ തന്നെയാണ്, but we don't charge anything extra. It's something very unique from our side also. So അതിന് എങ്ങനെ ബുക്ക് ചെയ്യണോ അങ്ങനെ എന്തെങ്കിലും? നോർമൽ ബുക്കിംഗിൽ തന്നെ the customer can request for an express maintenance. Okay. ഞങ്ങളുടെ എല്ലാ വർക്ക്ഷോപ്സിലും എല്ലാ ഡീലർഷിപ്സിലും ഈ ഒരു ഫെസിലിറ്റി കസ്റ്റമർ അവൈലബിൾ ആണ്. It is called express service. എക്സ്പ്രസ് മെയിൻ്റനൻസ്. Express maintenance. ആൻഡ് ഓൾസോ ഒരു 3 കാര്യം കൂടെ ടൊയോട്ട ആഡപ്പ് ചെയ്തിട്ടുണ്ട് ടു ഫെസിലിറ്റേറ്റ് ആക്ച്വലി ഇറ്റിയോസിൻ ലിവർ കസ്റ്റമേഴ്സ്. ഞങ്ങൾ യൂട്രസ് എന്ന ഡിവിഷൻ തുടങ്ങിയിട്ടുണ്ട്. യൂട്രസ് പ്രത്യേകത എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സ് ക്യാൻ ബ്രിങ് ദർ ഓൾഡ് കാർ ആൻഡ് റീപ്ലേസ് ഇറ്റ് വിത്ത് എ ന്യൂ കാർ. ടൊയോട്ടനാവണമെന്നില്ല, ഇറ്റ് ക്യാൻ ബി ഈവൻ അതർ കാർസ് ഓൾസോ. സെക്കൻഡ്ലി വി ആർ സ്റ്റാർട്ടഡ് എ ടൊയോട്ട പ്രൊട്ടക്ട് വിച്ച് ഇസ് കോൾഡ് ടൊയോട്ട ഇൻഷുറൻസ്. അപ്പൊ ഇതിലെന്ന് വെച്ചാൽ നിൽ ഡിപ്രിസിയേഷൻ, ജനറലി വെഹിക്കിൾ ആക്സിഡന്റ് കഴിഞ്ഞാൽ കുറെ ഡിപ്രിസിയേഷൻ ഉണ്ടാവും അതിനകത്ത്, പ്ലാസ്റ്റിക്, റബ്ബർ, ഫൈബർ ഇങ്ങനെ. അപ്പൊ അതെല്ലാം കുറച്ചുകൊണ്ട് വി ഹാവ് ടേക്കൻ എ നിൽ ഡിപ്രിസിയേഷൻ സ്കീം. ദ കസ്റ്റമർ നീഡ് ടു ജസ്റ്റ് പേ only 1,000 or 1,500 rupees and he can take the car. That's an advantage. Third very important is we have started a Toyota Financial Services where we can offer a finance to a customer at his requirement. A tailor-made scheme would ചെയ്യാൻ പറ്റും. So what I'm trying to highlight is Nippon is offering to a customer all under one roof. Finance, insurance, accessories, vehicle sales, you name everything, it can be offered. Because that is what true experience for an automobile customer is all about. That was a fantastic experience with world's #1 automaker Toyota. ലൈഫ് സ്റ്റൈലും ഫുഡ് സ്റ്റൈലും ഒരുപാട് മാറിയപ്പോൾ നമ്മുടെ ഫിറ്റ്നസും മാറി. സാധാരണ നടത്തം അല്ലെങ്കിൽ എയറോബിക്സ് എന്നതിൽ നിന്നും ഉപരിയായിട്ട് ഒരുപാട് എക്സസൈസിലുള്ള ഇന്നോവേഷൻസ് വന്നു കഴിഞ്ഞു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടപ്പള്ളിയിലുള്ള ജെയ്സൺസ് ഫിറ്റ്നസ് സെന്ററിലാണ്. ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള സൂംബ ഡാൻസ് ആണ് ഇന്നത്തെ സ്പെഷ്യൽ ട്രെൻഡ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. സൂംബ ക്ലാസ്സസിലേക്ക്. And I'm a licensed Zumba instructor. Before I begin, I would like to tell you what Zumba is all about. Zumba is Latin-inspired dance fitness program. Beto Perez, the creator of Zumba, created Zumba some 13 years back in US. And 13 years after now, Zumba is a rage all across the world. So what makes Zumba so famous? It's basically Zumba had different kind of rhythms like salsa, merengue, reggaeton, belly dancing, hip-hop. So all these things put together make Zumba so exciting. Zumba is basically a group activity where people can get together and dance together. The best part about Zumba is that you don't realize when you're exercising and when you're dancing. It's a very good mix of both. I am so happy to see the response of Zumba in Kochi. Some 6 or 7 months back when I shifted to Kochi, I thought that, it's gonna take a while for Kochi people to pick up. And Jason is the first place where I started. And I'm so happy to see the response because people are coming, they are liking Zumba, and they find it very easy. The steps are very easy to follow. All you have to do is just join the class and follow my lead. That's it.
are basically 9 different kind of rhythms in Zumba. Some, for example, we have salsa, which is a lot of hip work. We have reggaeton, which is more of hip hop. Then we have belly dancing. Then we have samba, which is a very fast move. We have slow rhythms like tango, and you can add a little bit of Bollywood and bhangra into it. Zumba is basically 70% of the Latin music and 30% of the international music. So, if you don't trust me, if you don't believe me, you have to attend one of the Zumba classes to see what I mean. And before I wrap up, I would like to tell you that before you join a class, please make sure that you go to a licensed instructor. That's very important. Anybody teaching Zumba without a license is illegal. So see you at the class.